ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. മക്കളെ, എല്ലാവരും പൊളിറ്റിക്കൽ സയൻസ് എക്സാം എഴുതാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് അല്ലേ? സോ നാളെ നിങ്ങൾ പൊളിറ്റിക്കൽ സയൻസ് എക്സാമിന് പോകുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിലേക്ക് വരും. എങ്ങനെ എക്സാം എഴുതണം, എങ്ങനെയാണ് മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുക എന്നൊക്കെ നിങ്ങളുടെ മൈൻഡിലേക്ക് വരും അല്ലേ? സോ നമുക്ക് മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷനാണ് നമ്മുടെ 8 മാർക്കിന്റെ സെക്ഷൻ. സോ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു 8 മാർക്കിൽ ഒരു 7 മാർക്ക് അല്ലെങ്കിൽ 8 മാർക്കിന് നമുക്ക് എന്ത് ചെയ്യണം, സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മളെ A+A അതൊക്കെ നമുക്ക് തീരുമാനിക്കുന്ന ഒരു സെക്ഷൻ കൂടിയാണ് നമ്മളെ 8 മാർക്കിന്റെ സെക്ഷൻ. കാരണം നമുക്ക് അവിടെ എന്ത് ചെയ്യാം, കറക്റ്റ് എക്സാക്റ്റ് ഉത്തരങ്ങളല്ല, നമുക്ക് അവിടെ നമ്മളെ ഐഡിയാസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്ത് എഴുതാൻ പറ്റൂലേ. നമ്മൾ എക്സ്പീരിയൻസ് വെച്ചിട്ട് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുമ്പോൾ എൻ്റെ മക്കൾക്കാരും നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ കൂടെ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതറിയേ. അറിയില്ലെങ്കിൽ ഇപ്പം മക്കൾ മനസ്സിലാക്കി വെക്കാം. 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ വരുന്ന സമയത്ത് മക്കൾ എന്ത് ചെയ്യുക, എപ്പോഴും നമ്മൾ എക്സാക്റ്റ് എന്താണ് ആൻസർ എന്ന് അവിടെ കൊടുക്കും വേണം. അതിൻ്റെ കൂടെ നമുക്ക് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ള നമ്മളെ വ്യൂ പോയിന്റ് എന്താണെന്ന് അതുകൂടെ നമ്മൾ എഴുതുമ്പോൾ മാത്രമേ നമുക്കവിടെ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഇന്ന് നോക്കുന്നത് സ്ഥിരമായിട്ട് 8 മാർക്കിന്റെ ഒരു സെക്ഷനിൽ നമുക്ക് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയുള്ള 3 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പം ഏതൊരു ചോദ്യം നമ്മൾ എഴുതുന്ന സമയത്തും ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ മക്കളെ ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യൻ മിസ് ആദ്യം തന്നെ ഒന്ന് നോട്ട് ചെയ്ത് തരാം. ഡിസ്കസ് ദ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് കോസസ് ഓഫ് സോവിയറ്റ് ഡിസിൻറ്റഗ്രേഷൻ ആണ്. നമ്മൾ സോവിയറ്റ് ഡിസിൻറ്റഗ്രേഷനെ കുറിച്ച് പഠിച്ചതാണ്. സോ ഇത് നമുക്ക് എന്താ ഒരു 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് അവിടെ വരുന്നതാണ് സോവിയറ്റ് ഡിസിൻറ്റഗ്രേഷൻ അല്ലേ. സോ നമ്മൾ എസ് എഴുതാൻ പോകുന്ന സമയത്ത് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. എന്തൊക്കെ കാര്യങ്ങളാണ് മക്കളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? എന്തൊക്കെ കാര്യങ്ങളാണ്? ഒന്ന്, കൃത്യമായിട്ട് അതിനൊരു ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കണം. ആമുഖം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട 8 മാർക്കിന്റെ എസ് എന്ന് തന്നെ നമുക്ക് പറയാം. ഒരു ആമുഖം വളരെ പ്രധാനപ്പെട്ട. നമ്മൾ സ്റ്റാർട്ടിങ് നമുക്കൊരു എല്ലാവരും ഒരേ രീതിയിൽ ഇപ്പോൾ സോവിയറ്റ് ഡിസിൻറ്റഗ്രേഷൻ ചെയ്താൽ, പക്ഷെ എൻ്റെ മക്കൾ എന്താ അവിടെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ആ ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യുന്നത്. ഉത്തരം കണക്ക് തന്നെയാണ്, എല്ലാം ഒന്ന് തന്നെയാണ്, പക്ഷെ ആ ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യുന്ന രീതി ഉണ്ടാവില്ലേ, അത് നമ്മൾ വ്യത്യസ്തമാക്കണം. അതിനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? ഹെഡ്ലൈൻസ്, നമ്മളെ ഹെഡിങ്സ് ഇമ്പോർട്ടൻ്റ്. ഒരു ഹെഡ്ലൈൻ ഒക്കെ കൊടുക്കാം. നമ്മൾ ഇതാണ് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ട, സോവിയറ്റ് ഡിസിൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ് കൊടുക്കാം. സോവിയറ്റ് ഡിസിൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞ ഹെഡിങ് കൊടുക്കാം. അതിൻ്റെ താഴെയാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ എഴുതി വരാൻ. ഈ സോവിയറ്റ് ഡിസിൻറ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ കൃത്യമായിട്ടൊരു ഇൻട്രൊഡക്ഷൻ നമ്മൾ എഴുതണം. ഇൻട്രോ നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. എന്ത്, നമ്മുടെ ഇൻട്രൊഡക്ഷൻ സെക്ഷൻ. ഇൻട്രോ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് നോക്കണം, ബോഡി വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ എന്ത് ചെയ്യണം, നമ്മളെ കൺക്ലൂഷൻ അല്ലേ, കൺക്ലൂഷനും വളരെ പ്രധാനപ്പെട്ടതാണ്. സോ കൃത്യമായിട്ടൊരു സ്റ്റാർട്ടിങ്, അതിനൊരു മിഡിൽ, ഒരു ബോഡി പാർട്ട്, കൺക്ലൂഡ് ചെയ്യുക. ഇതൊക്കെ ചെയ്താൽ തന്നെ 8 മാർക്ക് സുഖമായിട്ട് എൻ്റെ മക്കൾക്ക് വാങ്ങാൻ പറ്റും. അപ്പൊ ഇപ്പൊ മിസ് 3 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, 8 മാർക്കിന്റെ ഏത് ചോദ്യങ്ങൾ വന്നാലും അതിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് 8ൽ 8 നമുക്ക് ലഭിക്കും. അപ്പൊ നമുക്ക് തുടങ്ങാം മക്കളെ. സോവിയറ്റ് യൂണിയന്റെ ഡിസിൻറ്റഗ്രേഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ അതിന്റെ കാരണം ആദ്യം പറയണം. വെറുതെ ചറപറ നമ്മൾ വാങ്ങി പോകാതെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ എന്ത് ചെയ്തു, സോവിയറ്റ് യൂണിയന്റെ സോവിയറ്റ് ഡിസിൻറ്റഗ്രേഷൻ ഹെഡിങ് കൊടുത്തു. അതിൻ്റെ താഴെ നമ്മൾ എന്ത് കൊടുക്കുകയാണ്, സോവിയറ്റ് യൂണിയൻ റീസൺ ഫോർ ഡിസിൻറ്റഗ്രേഷൻ. എന്തെങ്കിലും ഒരു കാരണമില്ലാതെ ഡിസിൻറ്റഗ്രേഷൻ ആവില്ലല്ലേ. സോ എന്തൊക്കെയാണ് അതിന്റെ റീസൺസ് എന്നാണ് നമ്മൾ നോക്കുന്നത്. എന്തൊക്കെയായിരുന്നു ഇടാം, അവര് ഇന്റേണൽ ഇന്റേണൽ വീക്ക്നെസ്സസ്, സോവിയറ്റ് യൂണിയനിൽ ഒരുപാട് ഇന്റേണൽ വീക്ക്നെസ്സസ് ഉണ്ടായിരുന്നു. ഏതിലൊക്കെ? നമ്മുടെ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു വീക്ക്നെസ്സസ് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ വീക്കായിരുന്നു അവര്. അതേപോലെ തന്നെ അവിടെയുള്ള ജനങ്ങൾക്കെല്ലാം സുവേണിറ്റി, പരമാധികാരം വേണമെന്നുള്ള ഒരു ആഗ്രഹം അവർക്ക് ഉടലെടുക്കാം. നമ്മളെല്ലാവരും സോവേണിറ്റി വേണം, പരമാധികാരം വേണം, നമുക്ക് സ്വന്തമായിട്ട് ഭരിക്കണം, അങ്ങനെയുള്ള റിപ്പബ്ലിക് ആവണം, അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ അവരുടെ മനസ്സിൽ വരാൻ തുടങ്ങി. മക്കളെ നിങ്ങൾക്ക് അറിയാം എന്താണ് സോവിയറ്റ് യൂണിയൻ എന്ന് പറയുമ്പോൾ ഒരുപാട് 15 റിപ്പബ്ലിക്കോളം ചേർന്നതാണ് നമ്മുടെ സോവിയറ്റ് യൂണിയൻ അല്ലേ. ഇവിടെയുള്ള ഓരോരുത്തർക്കും എന്താണ്, സുവേണിറ്റി, പരമാധികാരം എന്നൊരു ആശയം അവരുടെ മനസ്സിലേക്ക് ഉദിക്കുകയാണ്. അപ്പൊ ഇതും എന്താണ്, സോവിയറ്റ് യൂണിയന്റെ ഡിസിൻറ്റഗ്രേഷന് കാരണമായിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഗോർബച്ചേവിന്റെ റിഫോംസ്. ഗോർബച്ചേവ് നമ്മുടെ സോവിയറ്റ് യൂണിയനിലെ ഒരു റൂളർ ആയിരുന്നു. അദ്ദേഹം കൊണ്ടുവന്ന റിഫോംസും എന്തിന് കാരണമായിട്ടുണ്ട്, സോവിയറ്റ് യൂണിയന്റെ അധപതനം, സോവിയറ്റ് യൂണിയന്റെ ഡിസിൻറ്റഗ്രേഷനിലേക്ക് കാരണമായിട്ടുണ്ട്. നമുക്ക് നോക്കാം.
അതിലാദ്യം നമ്മൾ ഇങ്ങനെ ഇതേ രീതിയിൽ തന്നെ നമ്മൾ എസ് ചെയ്തണം. എന്താണ് നമ്മൾ 4 കാരണങ്ങൾ പറഞ്ഞു അല്ലേ? 1 2 3 4 4 കാരണങ്ങൾ പറഞ്ഞു. അപ്പം കാരണങ്ങൾ മാത്രം പറഞ്ഞാൽ മതിയോ? പോരല്ലേ? ഓരോന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കണം. അതിനാദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഏതൊരു എസ്സേ നമ്മൾ തുടങ്ങുമ്പോഴും സബ് ഹെഡിങ് കൊടുക്കണം. ഇന്റേണൽ വീക്ക്നെസ് ഓഫ് സോവിയറ്റ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. എന്തൊക്കെയായിരുന്നു സോവിയറ്റ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിലെ വീക്ക്നെസ്സസ്? അവർക്ക് ആർക്കും എന്തായിരുന്നു? ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഇല്ല. കാര്യങ്ങൾ തുറന്നു പറയാൻ വേണ്ടിയിട്ട് നമുക്ക് യാതൊരു അവകാശവുമില്ല. എൻ്റെ അഭിപ്രായങ്ങൾ എനിക്ക് മറ്റുള്ളവരോട് പറയണം. എൻ്റെ കാഴ്ചപ്പാടല്ല നിങ്ങളുടെ കാഴ്ചപ്പാട്. അപ്പൊ എന്താണോ നിങ്ങളുടെ കാഴ്ചപ്പാട് അത് എൻ്റെ മേലിൽ എന്താണ്? അടിച്ചേൽപ്പിക്കാല്ലേ? അത് തന്നെയാണ് നമ്മുടെ സോവിയറ്റ് യൂണിയനിൽ ഉണ്ടായിരുന്നത്. അവിടെ ആർക്കും ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഉണ്ടായിരുന്നില്ല. അത് സോവിയറ്റ് യൂണിയന്റെ ഡിസിൻറ്റഗ്രേഷനിലേക്ക് നയിച്ചു. അഭിപ്രായങ്ങൾ നമ്മൾ പറയണല്ലേ? അതേപോലെ തന്നെ ഒരൊറ്റ പാർട്ടിയേ ഉള്ളൂ, സിംഗിൾ പാർട്ടി. ഒപ്പോസിഷൻ പാർട്ടി ഇല്ല. ഒപ്പോസിഷൻ പാർട്ടി ഉണ്ടെങ്കിൽ മാത്രമല്ല മക്കളെ ഭരണവർഗം എന്തെങ്കിലും തെറ്റ് ചെയ്യും. ഒബ്വിയസ്ലി മനുഷ്യന്മാരാണ്, തെറ്റ് പറ്റുക സ്വാഭാവികം മാത്രമാണ് അല്ലേ? സോ തെറ്റ് വരുന്ന സമയത്ത് അത് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ട് ആര് വേണം? അവിടെ ഒരു ഒപ്പോസിഷൻ പാർട്ടി നിർബന്ധമാണ്. അടുത്തത് ബ്യൂറോക്രാറ്റ്സിന്റെ ഡോമിനേഷൻ. അവർക്കൊക്കെ ഒരു ഡോമിനേറ്റഡ് ആയിട്ടായിരുന്നു, ഒരു ആധിപത്യത്തിലായിരുന്നു അവരുണ്ടായിരുന്നത്. അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വാസ് നോട്ട് അക്കൗണ്ടബിൾ ടു ദ പീപ്പിൾ. എല്ലാ ജനങ്ങൾക്കും ഇഷ്ടപ്പെട്ടതായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല. എല്ലാവർക്കും എന്താ അപ്പീലിംഗ് ആയിട്ടുള്ളതായിരുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതും നമ്മുടെ സോവിയറ്റ് യൂണിയന്റെ ഡിസിൻറ്റഗ്രേഷനിലേക്ക് നയിച്ചു. പിന്നെ നമ്മൾ കാണുന്നത് എന്താ? എല്ലാ കാലവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പൊളിറ്റിക്കൽ കറപ്ഷൻ. ഇതും സോവിയറ്റ് യൂണിയന്റെ എന്തിലേക്ക് നയിച്ചു? ഡിസിൻറ്റഗ്രേഷനിലേക്ക് നയിച്ചു. അപ്പൊ നമ്മൾ ഇന്റേണൽ വീക്ക്നെസ്സസ് നമ്മൾ പഠിച്ചു. പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഇന്റേണൽ വീക്ക്നെസ്സസ് ആണ് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ നോക്കുന്നത് എന്താണെടാ? സോവിയറ്റ് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷനിലെ വീക്ക്നെസ്സസിലേക്കാണ് നമ്മൾ പോകുന്നത്. സ്റ്റാഗ്നേഷൻ ഓഫ് എക്കണോമിക് സിസ്റ്റം. ടെക്നോളജിക്കലി ഇവള് ഭയങ്കര എന്തായിരുന്നു? ബാക്ക്വേർഡ് ആയിരുന്നു. കൺസ്യൂമർ ഗുഡ്സിന് എന്ത് ചെയ്തു? ഷോർട്ടേജ് നേരിട്ടു. അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് ഒക്കെ എന്ത് ചെയ്തു? ഫെയിലിയർ ആയിപ്പോയി. അതേപോലെ തന്നെ വെസ്റ്റ്, സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞാൽ ഈസ്റ്റുകാരാണേ. നമ്മളെ വെസ്റ്റിൽ ആരാളത്? അമേരിക്ക. അന്നത്തെ സൂപ്പർ പവേഴ്സ് ആരായിരുന്നു വേൾഡിലെ? US-ഉം USSR-ഉം. സോവിയറ്റ് യൂണിയനും അമേരിക്കയായിരുന്നു. അപ്പം ഇവർ ഈസ്റ്റുകാരാണ്. അപ്പൊ ഇവരറിയാണ് വെസ്റ്റിൽ എന്താണ് അടിപൊളിയായിട്ട് ടെക്നോളജിക്കലായിട്ടും എക്കണോമിക്കലായിട്ടുള്ള ഡെവലപ്മെന്റ്സ് ഉണ്ടെന്നുള്ള ഒരു അവെയർ ഇവർക്ക് കിട്ടി. അതും എന്തിന് കാരണമായിട്ടുണ്ട്? സോവിയറ്റ് യൂണിയന്റെ ഡിസിൻറ്റഗ്രേഷന് കാരണമായി. സോ നമ്മൾ 2 പഠിച്ചു. മൂന്നാമത് എന്താണെടാ? ആളുകൾക്ക് എന്തുണ്ടാവുകയാണെടാ? ഒരു സുവേർണിറ്റി, ഒരു ഡിസയർ, ആഗ്രഹം ഉണ്ടാവുകയാണ് അല്ലേ? എന്താവണം? റിപ്പബ്ലിക് ആവണം, റിപ്പബ്ലിക് ആവണം. മിസ് തുടക്കത്തിലേ പറഞ്ഞു സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നത് 15 റിപ്പബ്ലിക്സ് ചേർന്നതാണ്. ആരൊക്കെ? നമ്മുടെ ഇസ്റ്റോണിയ, ലാറ്റ്വിയ, ജോർജിയ, യുക്രൈൻ, ഇവരെല്ലാവരും ചേർന്നാണ് നമ്മുടെ സോവിയറ്റ് യൂണിയൻ. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും എന്താ? സ്വതന്ത്രരായി പോകണമെന്ന് ആഗ്രഹം വന്നു. അതേപോലെ ഇവരെ കൂട്ടത്തിലുള്ള ആളാണ് റഷ്യ. പക്ഷേ റഷ്യക്ക് എന്താണ്? ഒരു ഡോമിനൻസ് കൂടുതലായിരുന്നു. റഷ്യ ബാക്കിയുള്ളവരെ മേൽ എന്ത് ചെയ്തു? ആധിപത്യം കാണിക്കാൻ തുടങ്ങി. അതും എന്ത് ചെയ്തില്ല? ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അടുത്തത് എന്താണ്? ആളുകൾക്ക് എല്ലാവർക്കും എന്താ? ഇറ്റ് ക്രിയേറ്റഡ് എ ഫീലിംഗ് ഓഫ് അവോയ്ഡൻസ് അമംഗ് അതർ റിപ്പബ്ലിക്. സോവിയറ്റ് യൂണിയൻ ആകെ ഫോക്കസ് ചെയ്യുന്ന ആര്യാ? റഷ്യനെ മാത്രം. അപ്പൊ ഇങ്ങനെ റഷ്യനെ മാത്രം ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള റിപ്പബ്ലിക്സ് തോന്നാ ഇവര് നമ്മൾ അവോയ്ഡ് ചെയ്യാം. പിന്നെ എന്തിനു നമ്മൾ ഇവരെ കൂടെ നിന്ന് പോകണം? ആ ഒരു തോട്ടും അവരിൽ വരാൻ തുടങ്ങി. ഇതും സോവിയറ്റ് യൂണിയന്റെ ഡിസിൻറ്റഗ്രേഷനിലേക്ക് നയിച്ചു. സോ 3 കാരണങ്ങൾ നമ്മൾ ഓൾറെഡി നോക്കി. ഇനി അടുത്തതിലേക്കാണ് നോക്കുന്നത് ഗോർബച്ചേവിന്റെ പരിഷ്കാരങ്ങൾ, ഗോർബച്ചേവിന്റെ റിഫോംസ്. സോ ഗോർബച്ചേവിന്റെ റിഫോംസ് എന്നാണ് അടുത്ത നമുക്ക് നോക്കാനുള്ളത്. ഇവിടെ മക്കളെ നോക്കിക്കേ, നമ്മളെ സോവിയറ്റ് യൂണിയനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 1985 ജനറൽ സെക്രട്ടറി ആയിരുന്നു മിഖായേൽ ഗോർബച്ചേവ്. അദ്ദേഹം നമ്മുടെ USSR അവസാനത്തെ പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് സോവിയറ്റ് യൂണിയന്റെ ഡിസിൻറ്റഗ്രേഷൻ പൂർണ്ണമായി ഉണ്ടായത്. അദ്ദേഹം 2 റെവല്യൂഷണറി റിഫോംസ് കൊണ്ടുവരുന്നുണ്ട്. ഒന്നെന്താണ്? പെരസ്ട്രോയിക്കും. രണ്ടാമത് എന്താണ്? ഗ്ലാസ്നോസ്റ്റും ആണ് കൊണ്ടുവരുന്നത്. സോ പെരസ്ട്രോയിക്ക എന്ന് പറയുന്നത് ഇത് രണ്ടും എന്തായിരുന്നു? നമ്മുടെ സോവിയറ്റ് യൂണിയന്റെ എക്കോണമി റിഫോം ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായത്. പക്ഷെ രണ്ടും എന്ത് ചെയ്തു? ഫെയിലിയർ ആയിപ്പോയില്ലേ? പെരസ്ട്രോയിക്ക എന്ന് പറയുന്നത് എന്താണെടാ? ഒരു ഓപ്പൺനെസ് ആണ്,
ഓപ്പൺനെസ് ആൻഡ് ട്രാൻസ്പെറൻസി ഇൻ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു ട്രാൻസ്പെറൻസിയും അതേപോലെ ഓപ്പൺനെസ്സും ആണ് ഈ നമ്മുടെ പെരസ്ട്രോയിക്ക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗ്ലാസ്നോസ് എന്ന് പറയുന്നത് നമ്മുടെ എക്കണോമിക് സിസ്റ്റം എന്താണ് റീസ്ട്രക്ചറിങ് ചെയ്യാം, ഇതായിരുന്നു അവർ ഉദ്ദേശിച്ചത്. പക്ഷെ എന്തു സംഭവിച്ചു? ഇത് രണ്ടും ഫെയിലിയർ ആയി പോവുകയാണ് ചെയ്തത്. ഇത് എന്തിന് കാരണമായി? സോവിയറ്റ് യൂണിയന്റെ ഡിസിൻറ്റഗ്രേഷന് കാരണമായി. അപ്പൊ നമ്മൾ ആ ഒരു എസ്സേന്റെ ഒരു പകുതി ഭാഗം നമ്മൾ എത്തി. 8 മാർക്കിൽ ഒരു 3.5-4 മാർക്ക് നമ്മൾ വാങ്ങി. ഇനി അടുത്ത മാർക്കിലേക്കാണ് നമ്മൾ വരുന്നത്. കോൺസിക്വൻസസ് ഓഫ് ഡിസിൻറ്റഗ്രേഷൻ. എന്തൊക്കെയായിരുന്നു ഈ ഒരു ഡിസിൻറ്റഗ്രേഷന്റെ കോൺസിക്വൻസസ്? കോൾഡ് വാർ അവസാനിച്ചു. നമുക്കറിയാം അന്ന് വേൾഡിലെ സൂപ്പർ പവേഴ്സ് ആരായിരുന്നു? USSRും അമേരിക്കയും സോവിയറ്റ് യൂണിയനും ആയിരുന്നു. സോ സോവിയറ്റ് യൂണിയൻ തകർന്നതോടുകൂടെ എന്ത് ചെയ്തു? അമേരിക്കയായി വേൾഡിലെ സൂപ്പർ പവർ. സോ ഇവർ രണ്ടുപേരും കൂടി ഉണ്ടായിരുന്നതായിരുന്നു ഒരു ഐഡിയോളജിക്കൽ വാർ ആയിരുന്നു എന്ത്? നമ്മുടെ കോൾഡ് വാർ. സോ കോൾഡ് വാർ എന്ത് ചെയ്തു? അവിടെ അവസാനിച്ചു. പവർ റിലേഷനിൽ ഒബ്വിയസ്ലി ചേഞ്ചസ് അവിടെ വന്നു. അതേപോലെ തന്നെ ഒരുപാട് കൺട്രീസ് പുതുതായിട്ട് ഫോം ചെയ്തു. ഇത് നമ്മുടെ സോവിയറ്റ് യൂണിയന്റെ ഡിസിൻറ്റഗ്രേഷന്റെ കോസസ് ആണ്. ഇനി ഈ സമയത്താണ് ഷോക്ക് തെറാപ്പി വന്നതടാ. ഷോക്ക് തെറാപ്പി ഇൻ പോസ്റ്റ് കമ്മ്യൂണിസ്റ്റ് റീജിയൻ അല്ലെ. പോസ്റ്റ് കമ്മ്യൂണിസ്റ്റ് റീജിയൻസിൽ ഷോക്ക് തെറാപ്പി വരുന്നു. എന്താണ് ഷോക്ക് തെറാപ്പി? ഡിസിൻറ്റഗ്രേഷൻ ലെഡ് ടു ദ പ്രോസസ് ഓഫ് ട്രാൻസിഷൻ ഫ്രം എൻ അതോറിറ്റേറിയൻ സോഷ്യലിസ്റ്റ് സിസ്റ്റം ടു എ ഡെമോക്രാറ്റിക് ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം. അത്രയും കാലത്തോളം സോവിയറ്റ് യൂണിയനിൽ എന്തായിരുന്നു? ഒരു അതോറിറ്റേറിയൻ സോഷ്യലിസ്റ്റ് സിസ്റ്റം ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ അതിലൊരു ട്രാൻസിഷൻ സംഭവിക്കുകയാണ്. എന്താണ് ട്രാൻസിഷൻ? അത് അവിടുന്ന് മാറിയിട്ട് ഡെമോക്രാറ്റിക് ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിലേക്ക് അവർ വന്നു. ആൻഡ് the model of transition in Russia, Central Asia, East Europe that was influenced by the World Bank and IMF came to be known as ഷോക്ക് തെറാപ്പി. അതാണ് എന്ത് പേരിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്? എന്തിന്റെ ഇൻഫ്ലുവൻസ് ആണെടാ? ദ മോഡൽ ഓഫ് ട്രാൻസിഷൻ ഇൻ റഷ്യ, സെൻട്രൽ ഏഷ്യ ആൻഡ് ഈസ്റ്റ് യൂറോപ്പ് ദാറ്റ് വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ എന്തിലേക്ക് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട്? വേൾഡ് ബാങ്ക്, IMF. സോ ഇത് എന്ത് പേരിൽ അറിയപ്പെട്ടു? ഷോക്ക് തെറാപ്പി എന്ന പേരിൽ അറിയപ്പെട്ടു. സോ ഇത്രയും കാരണങ്ങൾ മക്കൾ അവിടെ എഴുതി വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും? കംപ്ലീറ്റ് 8 മാർക്സ് കിട്ടും. അതിൻ്റെ കൂടെ എന്ത് കൂടെ ആഡ് ചെയ്യണം? എൻ്റെ മക്കൾ ഒപ്പീനിയൻ. എന്തിടയിടം? ഒപ്പീനിയൻ. ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ള ഒരു വ്യൂസ് അത് കൺക്ലൂഷനിലാണ് എഴുതേണ്ടത്. പിന്നെ എസ് എഴുതുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട പാരഗ്രാഫ് തിരിച്ച് എഴുതുക. ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ ഓരോന്നും ഓരോ പാരാഗ്രാഫിൽ എഴുതിയാൽ മാത്രമേ പൊളിറ്റിക്കൽ സയൻസിൽ നിങ്ങൾക്ക് നല്ല സ്കോർ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ സെറ്റ് ചെയ്തില്ലേ? സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകല്ലേ. സോ ഇവിടെ മക്കളെ ഈസി ആയിട്ട് 8 മാർക്ക് നമുക്ക് ഉറപ്പിക്കാൻ പറ്റിയതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. പാർട്ടീഷൻ വാസ് നോട്ട് ഓൺലി എ ഡിവിഷൻ ഓഫ് ജിയോഗ്രഫിക്കൽ ഏരിയ. ഏത് പാർട്ടീഷനാണ്? ഇന്ത്യ വിഭജിച്ച കാര്യമാണല്ലേ പറയുന്നത്. അത് മക്കളെ ജിയോഗ്രഫിക്കൽ ഏരിയ തമ്മിൽ എന്താണ് ഒരു ഡിവിഷൻ ചെയ്തത് മാത്രമായിരുന്നില്ലേ, ബട്ട് എ ഡിവിഷൻ ഓഫ് ഹാർട്ട് ഓൾസോ. ഒരുപാട് ഹൃദയങ്ങളെ തമ്മിൽ എന്താണ് വേർതിരിക്കുക കൂടിയാണ് അവിടെ ചെയ്തത്. Based on the above statement, explain the difficulties and consequences of partition. ഈ പാർട്ടീഷന്റെ സമയത്ത് നമ്മൾ നേരിട്ട ഡിഫിക്കൽട്ടീസും കോൺസിക്വൻസസും നമ്മളിവിടെ എഴുതാനാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് മക്കളെ എസ് എഴുതുന്ന സമയത്ത് എപ്പോഴും 8 മാർക്കിന്റെ ചോദ്യം തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും ആപ്റ്റായ ചോദ്യം തിരഞ്ഞെടുക്കുക. നല്ലതുപോലെ അറിയുന്ന ചോദ്യങ്ങളും എൻ്റെ മക്കളെ വ്യൂസ് ആഡ് ചെയ്യാൻ പറ്റുക. ഇപ്പൊ നമ്മൾ സോവിയറ്റ് യൂണിയന്റെ ഡിസിൻറ്റഗ്രേഷൻ ചോദിച്ചു, അത് നമുക്ക് നല്ലൊരു ചോദ്യമാണ്, എഴുതാം. പക്ഷേ അതും ഇതും കമ്പയർ ചെയ്യുന്ന സമയത്ത് മിസ് തിരഞ്ഞെടുക്കുക ഏതാ? ഇതാണ്. കാരണം മിസ്സിന് ഏറ്റവും കൂടുതൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സെക്ഷൻ ഉണ്ടല്ലോ. സോ ഇതിൽ നമുക്ക് ഒരുപാട് പെർഫോം ചെയ്യാൻ പറ്റും. എങ്ങനെ? നമുക്ക് നമ്മളെ ഒപ്പീനിയൻസ് അവിടെ പറയാം അല്ലേ. ആ കൺക്ലൂഷൻ പാർട്ടിൽ സോവിയറ്റ് യൂണിയന്റെ ഡിസിൻറ്റഗ്രേഷനെക്കാട്ടും നമുക്ക് നമ്മുടെ ഒപ്പീനിയൻസും വ്യൂസും പറയാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. സോ എപ്പോഴും നമുക്ക് ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന എന്തിനാണോ അതായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അല്ലാതെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ എഴുതി കുറച്ച് എഴുതി പിന്നെ വെട്ടി പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. ടൈം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതണം. സോ ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യാൻ പറ്റുന്നതിന് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? അപ്രോച്ച് ചെയ്യുക. അത് മറക്കരുത്. ഓക്കെ, അപ്പൊ ദാ ഇവിടെ നോക്കിക്കേ. പാർട്ടീഷൻ വാസ് നോട്ട് ഓൺലി ദ ഡിവിഷൻ ഓഫ് ജിയോഗ്രഫിക്കൽ ഏരിയ. നമ്മൾ പറഞ്ഞേ ഒരുപാട് ഹൃദയങ്ങളെ കൂടി വേർതിരിച്ചതായിരുന്നു. ഇവിടെ നോക്കിയേ മക്കളെ, പീപ്പിൾ ഓഫ് ഓൾ റിലീജിയൻ ഹാവ് ബീൻ ലിവിങ് ഇൻ ഇന്ത്യ ഫോർ എ സെഞ്ചുറീസ് ഇൻ പീസ് ആൻഡ് ഹാർമണി അല്ലേ. നമ്മളെ രാജ്യത്തെ ആളുകൾ എന്തായിരുന്നു മക്കളെ? വളരെ സമാധാനത്തോടു കൂടിയും സന്തോഷത്തോടു കൂടി ആയിരുന്നു അല്ലേ ആളുകൾ ജീവിച്ചു പോയിട്ടുണ്ടായിരുന്നത്. ആൻഡ് നോക്കിക്കേ, ബ്രിട്ടീഷ്
കോളനൈസേഴ്സ്, ബ്രിട്ടീഷുകാർ നമ്മളെ ഇവിടെ എത്തുന്നവരെ നമ്മൾ സമാധാനത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ജീവിച്ചു പോയത്. ദേ യൂസ് ദ ഫേമസ് ഡിവൈഡ് ആൻഡ് റൂൾ. അവരായിരുന്നു നമുക്ക് എന്ത് കൊണ്ടുവന്നത്? ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നൊരു സംഭവം, ഒരു സ്ട്രാറ്റജി അവരായിരുന്നു നമ്മളെ മേൽ എന്തായിരുന്നു കുത്തിവെച്ചത് അല്ലേ? To cause communal conflict in India, dividing the nation and thus strengthening their power. So ഇന്ത്യ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നൊരു ലക്ഷ്യം അവർക്കുണ്ടായിരുന്നു. അത് നമ്മളെ മേലെ എന്ത് ചെയ്തു? അവർ ഇൻജക്റ്റ് ചെയ്തു. സോ അതെന്ത് ചെയ്യാണ്? ഒരുപാട് കമ്മ്യൂണൽ റയോട്ട്സിലേക്കൊക്കെ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ? സോ ബ്രിട്ടീഷുകാരാണ് നമ്മളെ യഥാർത്ഥ എതിരാളികൾ, അവരാണ് നമ്മളെ ശത്രുവെന്ന് തിരിച്ചറിയാതെ നമ്മളെ രാജ്യത്തെ ആളുകളോട് എന്ത് ചെയ്തു? പക വീട്ടിക്കൊണ്ടേയിരുന്നു. അവർ ഹിന്ദുക്കൾ നമ്മളെ ശത്രുക്കളാണ്, മുസ്ലിംസുകൾ നമ്മളെ ശത്രുക്കളാണ്, ക്രിസ്ത്യൻ നമ്മളെ ശത്രുക്കളാണ്, നമ്മൾ പരസ്പരം എന്ത് ചെയ്തു? അടിപിടി കൂടിക്കൊണ്ടേയിരുന്നു. നമ്മുടെ യഥാർത്ഥ ശത്രു എന്താണ്? അപ്പോൾ നമ്മൾ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ഈ ഒരു കാര്യങ്ങളൊക്കെ എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്താം? ഇൻട്രൊഡക്ഷൻ സെക്ഷനിൽ എഴുതാൻ പറ്റും. അടുത്ത മക്കളെ നോക്കിക്കേ. മില്യൺസ് ഓഫ് ഇന്ത്യൻ ഡൈഡ് ആൻഡ് മില്യൺസ് ഗോട്ട് ഡിസ്പ്ലേസ്ഡ് ഫ്രം ദ ബർത്ത് പ്ലേസ്. ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ടടാ? ഈ ഒരു സമയത്ത് മരണപ്പെടുന്നുണ്ട് അല്ലേ? നമ്മളെ പെട്ടെന്നൊരു നിമിഷത്തിൽ അൺപ്ലാൻഡ് ആയിട്ട് ചെയ്തൊരു സംഭവമാണ് എന്താ? ഒരു രാജ്യം പെട്ടെന്ന് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. 1947 സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നമ്മൾ എൻജോയ് ചെയ്യുന്ന മൊമെന്റിൽ പോലും നമുക്ക് സങ്കടമാണ്. നമ്മൾ എന്ത് ചെയ്യുക? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. ഒരു ഇൻഫോർമേഷൻ ആദ്യം തന്നില്ല, പെട്ടെന്ന് ഒരു അൺപ്ലാൻഡ് ആയിട്ടുള്ള ഒരു വേഴ്സ്റ്റ് ആയിട്ടുള്ള ഏറ്റവും മോശകരമായിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷനാണ്. നമ്മൾ എടുത്ത് മാറ്റുകയല്ലേ വേറൊരു സ്ഥലത്തേക്ക്. അത് നമ്മൾ ഒരു കൂടി ആലോചിക്കും ഒന്നും ചെയ്യാത്തൊരു സംഭവം. ഒരുപാട് ആളുകൾ എന്ത് ചെയ്തു? അവിടെ മരണപ്പെട്ടു. ഒരുപാട് ആളുകൾക്ക് എന്ത് ചെയ്തു? ഇഞ്ചേർഡായി. സ്വന്തം ബർത്ത് പ്ലേസിൽ നിന്ന് അവിടെ വിട്ടു പോകേണ്ട സിറ്റുവേഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? The native leaders also become ruthless to consolidate the power of India as soon as the British left. But neither the Muslim League nor the Congress was interested to കോംപ്രമൈസ്. സോ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഇവിടുന്ന് കുറച്ച് കഴിഞ്ഞേരെ പോയി. പക്ഷെ അവർ പോകുന്ന സമയത്തും എന്തായിരുന്നു? ഒരു വിത്ത് പാകിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു അല്ലേ? അവർ പറഞ്ഞ എന്തായിരുന്നു? നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ത്യയുടെ ഭാഗമാകാം, പാകിസ്ഥാന്റെ ഭാഗമാകാം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിലനിൽക്കാം. ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ തുടർന്ന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടെന്ന് അറിയും. സോ പാകിസ്ഥാനിലേക്ക് ആളുകൾ പോകുന്ന സമയത്ത് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തു അല്ലേ? കാരണം അവരാഗ്രഹം എന്താണ്? എന്തായാലും ഞങ്ങൾ പോവാണ്, ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി പോവാ. അപ്പൊ ആ ആഗ്രഹം എന്ത് ചെയ്തു? അവിടെ നടന്നു. അങ്ങനെ ഇന്ത്യയും പാകിസ്ഥാനും പറഞ്ഞ രണ്ട് രാജ്യങ്ങൾ എന്ത് ചെയ്യുക? അവിടെ ഫോം ചെയ്യുക. ഇത് ഫോം ചെയ്തിട്ട് നമ്മളെ പ്രശ്നം തീർന്നോ? ഇല്ല. അതിനെ തുടർന്ന് ഒരുപാട് നാട്ടുരാജ്യങ്ങളെ പ്രിൻസ്ലി സ്റ്റേറ്റിന്റെ ഇന്റഗ്രേഷനിലേക്ക് ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നല്ലേ നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലും VP മേനോനൊക്കെ. അപ്പൊ ഇതൊക്കെ ബ്രിട്ടീഷുകാരുടെ ആ ഒരു വാക്കിൽ നിന്നാണ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നത്. സോ എന്തൊക്കെ അതിന്റെ കോൺസിക്വൻസസ് മക്കളെ നമ്മളിവിടെ എഴുതാൻ ചോദിക്കും. അപ്പൊ അത് കൃത്യമായിട്ട് എഴുതണം. ഇവിടെ നോക്കിക്കേ. ദ ഇയർ 1947 വാസ് ദ ഇയർ one of the largest, most abrupt, unplanned and tragic transfer of population that human history has known. ഇതുവരെ ഹ്യൂമൻ ഹിസ്റ്ററിയിൽ നടന്ന ഏറ്റവും മോശകരമായിട്ടുള്ളതും ട്രാജിക് ആയിട്ടുള്ളതും അൺപ്ലാൻഡ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫർ ആയിരുന്നു. ഒരു ഗ്രൂപ്പ് ഓഫ് പോപ്പുലേഷനെ നമ്മൾ എടുത്ത് മാറ്റുകയാണല്ലേ ചെയ്യുന്നത്. ദേ ആർ കില്ലിംഗ് ആൻഡ് അട്രോസിറ്റീസ് ഇൻ ദ നെയിം ഓഫ് റിലീജിയൻ ഓൺ ബോത്ത് സൈഡ്. ഒരുപാട് ആളുകൾ മരണപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. പാകിസ്ഥാൻ ബോർഡറിൽ പോയ അവിടെ ഹിന്ദുക്കളെ, നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ മുസ്ലിംസുകളെ, എല്ലാവരും അല്ല പറയുന്നത്. പക്ഷെ എങ്കിലും ഒരുപാട് ആളുകൾ ഈ മൈനോറിറ്റി വിഭാഗം ഒരുപാട് ഫേസ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വന്നു. തൗസൻഡ്സ് ഓഫ് വിമൻ വർ അബ്ഡക്റ്റഡ്. ഒരുപാട് സ്ത്രീകൾ എന്ത് ചെയ്തു? റേപ്പ് ചെയ്തു, ഉപദ്രവിച്ചു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വന്നു അല്ലേ? പീപ്പിൾ വർ ഫോഴ്സ്ഡ് ടു അബാൻഡൺ ദർ ഹോംസ് ആൻഡ് മൂവ് അക്രോസ് ദ ബോർഡർ. അവര് ആഗ്രഹമില്ലെങ്കിലും ഇന്ത്യയിലെ എല്ലാ മുസ്ലിംസിനും പാകിസ്ഥാനിലേക്ക് പോകാനൊന്നും ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഫോഴ്സ്ഫുൾ എന്ത് ചെയ്യാണ്? ഇവർക്ക് പോകേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണ് അല്ലേ? Women were killed by their own family members to preserve family honor. കുടുംബത്തിലെ ആളുകൾ തന്നെ അവരുടെ സ്ത്രീകൾ എന്ത് ചെയ്യുക? കൊന്നാളുക. കാരണം എന്താണ്? കുടുംബത്തിന്റെ പേര് നോക്കാൻ വേണ്ടിയിട്ട്. പേര് നോക്കാൻ ഫാമിലി ഹോണറിന്റെ പേര്. സ്ത്രീകളെ ഇവരെ എന്ത് ചെയ്യുക? റേപ്പ് ചെയ്തുകൊടുക്കുക. അപ്പം പെൺകുട്ടികളെയും അമ്മയും അനിയത്തെയും പെങ്ങളമാരെയും ഒക്കെ ഇങ്ങനെ റേപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് കണ്ട് സഹിക്കാൻ വയ്യാതെ കുടുംബത്തിന്റെ മാനം പോകുന്നതിന് വേണ്ടി ഇവർ തന്നെ ആദ്യമേ എന്ത് ചെയ്യുക? സ്ത്രീകൾ അങ്ങോട്ട് കൊന്നാള് അല്ലേ? ഓൾ ദ in various fields express their grief and anger. ആ സമയത്ത് എല്ലാ മേഖലയിലെ ഇന്റലക്ച്വൽസും എന്താണ്? അവരുടെ ദേഷ്യവും അതേപോലെ തന്നെ
ആ ഗ്രീഫും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, എക്സ്പ്രസ് ചെയ്തു അല്ലേ. മൈനോറിറ്റീസ് ഓൺ ബോത്ത് സൈഡ് ഓഫ് ബോർഡർ ഫ്ലഡ് ദ ഹോം ആൻഡ് സെക്യൂർ ടെമ്പററി ഷെൽട്ടർ ഇൻ ദ റെഫ്യൂജി ക്യാമ്പ്സ്. ഒരുപാട് ആളുകൾ ടെമ്പററി ഷെൽട്ടർ ആയിട്ട് റെഫ്യൂജി ക്യാമ്പിലാണ് പോയിന്ന്. ഏത് രാജ്യത്താണ് നിങ്ങൾ വരുന്നതെന്ന് ചോദിച്ചാൽ അതിനുത്തരം പോലും അവർക്ക് പറയാനുണ്ടായിരുന്നില്ല. ഒരുപാട് ആളുകൾ റെഫ്യൂജി ക്യാമ്പിലേക്ക് പോകുന്ന സിറ്റുവേഷൻ ഉണ്ടായി. ഇത് കൃത്യമായിട്ട് നമുക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാതെ പെട്ടെന്നൊരു നിമിഷത്തിൽ നമ്മൾ ചെയ്തതുകൊണ്ട് ഇത്രയും എന്ത് ചെയ്യേണ്ടി വന്നു, ഒരുപാട് ആളുകൾ സഫർ ചെയ്യേണ്ടി വന്നു അല്ലേ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മളെ വ്യൂ പോയിന്റ്സും കൂടെ കൊടുത്തിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഈ എസ്സേയും നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാൻ സാധിക്കും അല്ലേ. സോ ഇത്തരത്തിൽ എന്ത് എസ്സേ വന്നാലും എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, എഴുതണം. സോ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ട 8 മാർക്സിന്റെ ക്വസ്റ്റ്യൻ വരുമ്പം പാരഗ്രാഫ് ആയിട്ട് എഴുതാ, ഒരു ഇൻട്രൊഡക്ഷൻ വേണം, ബോഡി വേണം, കൺക്ലൂഷൻ വേണം. ഇൻട്രൊഡക്ഷൻ എന്തായിരിക്കണം, അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിലായിരിക്കണം. കൺക്ലൂഷൻ എന്തായിരിക്കണം, എൻഡിങ് എന്തായിരിക്കണം എന്നാ പറയുന്നത്, നമ്മളെ വ്യൂ പോയിന്റ്സും കൂടി ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട്. ബോഡിയിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയണം. ബോഡി വരുന്ന സമയത്ത് നമ്മൾ അവിടെ എന്താ പറയുന്ന കാര്യങ്ങൾ പോയിന്റ് ആയിട്ട് നമ്മൾ കൊടുക്കുക. നേരത്തെ നമ്മൾ സോവിയറ്റ് യൂണിയൻ ഡിസിൻറ്റഗ്രേഷൻ പഠിച്ച സമയത്ത് മിസ് ഹെഡിങ് ഒക്കെ സബ് ഹെഡിങ്സ് ഒക്കെ കൊടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതേപോലെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കിയേ. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പൊളിറ്റിക്കൽ സയൻസിൽ എസ്സേയിൽ ഫുൾ മാർക്ക് 8 മാർക്സിന്റെ ക്വസ്റ്റിൽ 8 മാർക്കും നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ ഇതേപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് us dears.